ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു ഫാം കാണാൻ പോയാലോ. ഇതാണ് വാദി ഷീസ് നാച്ചുറൽ ഡ്രൈവ്. ഫുൾ ഹരിതാപിയും പച്ചപ്പാണ് കേട്ടോ അവിടെ. ഈ കണ്ട സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം മുകളിലേക്ക് ചെല്ലാൻ. മുകളിലത്തെ വ്യൂ ആണിത്. നമ്മുടെ നാട്ടിൽ അടക്കയും കുരുമുളകൊക്കെ ഉണക്കാനിടുന്നതിന് പോലും ഇവിടെ ഈന്തപ്പഴമാണ് കേട്ടോ ഉണക്കാനിട്ടിരിക്കുന്നത്. സംഭവം നല്ല ഭംഗിയുണ്ട് കേട്ടോ. മെയിനായിട്ട് ഈന്തപ്പനയാണ് കൃഷിയെങ്കിലും ഇടവിളകളും ഉണ്ട് കേട്ടോ. ഇത് നനയ്ക്കാനായിട്ട് ഇടയിൽ കൂടെ കോൺക്രീറ്റിൻ്റെ ചാലുകളും കയറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വാട്ടർ ടാങ്കുകളും കാണാം. മാത്രമല്ല ഇവിടെ നിറയെ ആടുങ്ങളും ഉണ്ട്. ഇങ്ങോട്ട് കയറാൻ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും കണ്ടില്ല. ഫ്രീ എൻട്രി ആണ്. പോകുന്നവരും വരുന്നവരൊക്കെ പൊട്ടിച്ച് ഈ ഒരു ഈന്തപ്പനയുടെ അവസ്ഥ ഇതായിട്ടുണ്ട് കേട്ടോ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാനും ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ച് നോക്കി. നല്ല മധുരമുണ്ട് കേട്ടോ. കുത്തനെയുള്ള പാറക്കെട്ടുകളായതുകൊണ്ട് തന്നെ ഇവിടെ ടെറസ്ഡ് ഫാമിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തട്ട് കൃഷി ഇടവേളകളായിട്ട് ഇവിടെ തീറ്റപ്പുല്ല്, നാരകം, മാവ്, വാഴ, കോവല് ഇതൊക്കെയാണിട്ടുള്ളത്. പേരിന് മാത്രമല്ല ഇതൊക്കെ നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട്. കണ്ടാ എന്താ രസമല്ലേ. ഇതൊന്നും കയ്യെത്താത്ത കാരണം പറയാൻ പറ്റിയില്ല കേട്ടോ. ഈ മാവുമ്പോൾ നിറയെ മാങ്ങയാണ്. നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. എല്ലാം മുള്ള. ഞങ്ങൾ പോയതൊരു ഉച്ചതിരിഞ്ഞ സമയത്തായതുകൊണ്ട് ചൂടും തണലും ഒക്കെ കൂടി മിക്സ് ചെയ്തൊരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അതെ ഇവിടെ നമ്മുടെ വാഴയുണ്ട് കേട്ടോ. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ടെറസ്ഡ് ഫാമിംഗ് ആണ് കേട്ടോ. ഇവിടുത്തെ നോക്കുമ്പോൾ നല്ല രസമാണ്. ഒറ്റ തട്ടായിട്ട് തോന്നുമെങ്കിലും ഇത് പല പല തട്ടുകളായിട്ടാണ് നിൽക്കുന്നത്. ഇവിടുത്തെ മതിൽ കെട്ടിയിരിക്കുന്നതൊക്കെ ഇവിടുത്തെ പാറക്കെട്ടുകൾ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ വാഴയ്ക്ക് കുത്തു കൊടുക്കുന്നത് പോലെ ഇവിടെ ഈന്തപ്പനയ്ക്കും കുത്തു കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലെ മതിൽ കെട്ടാനായിട്ട് ഇവരുടെ സ്വന്തം പാറക്കെട്ടുകൾ തന്നെ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അസല് കാര്യങ്ങളിലാണ് കേട്ടോ. നടന്നൊരു വഴിക്കായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം നേരം ഇവിടെ നിന്നില്ല. പോരാത്തിന് അത്യാവശ്യത്തിന് ചൂടുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടാ. അപ്പോൾ ഓക്കെ ബൈ.